ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ. ഇത് കോസ്റച്ചിൻ്റെ. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ മോയ്സ്ചറൈസറിൻ്റെ കാര്യമൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ നൈക്കയുടെ ഫൗണ്ടേഷനാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടത് അറിയാതെ ഇടണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാധനമാണ്. ഭയങ്കര ഡ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈറ്റായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വിങ്സ് ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലഷാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷാണ് കേട്ടോ. ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഡ്യൂ ആയിട്ട് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാരയും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയ സാധനമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും നമ്മുടെ ഒരു ഡ്രീം ഔട്ട്ഫിറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലില്ലേ, നമ്മളൊരു ഫെയറി വേൾഡിലൊക്കെ പോയ ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പോയിട്ട് വരാം. ബൈ.